Good morning, students. ഞാൻ ദീപ ടീച്ചർ. 4ാം സെമസ്റ്ററിൻ്റെ പരീക്ഷയൊക്കെ എല്ലാവരും ഭംഗിയായിട്ട് എഴുതി 5ാം സെമസ്റ്ററിലേക്ക് നിങ്ങൾ കയറുകയാണ്. അപ്പോൾ 5ാം സെമസ്റ്ററിൽ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഈ രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. എല്ലാ ടീച്ചേഴ്സും വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ നന്നായിട്ട് കിട്ടുന്ന സമയത്തെല്ലാം ഈ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട്സ് എഴുതി വെച്ച് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ സെമസ്റ്ററിൽ ഞാൻ എടുക്കുന്നത് മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി എന്ന പേപ്പറിലെ മൈക്രോബയോളജി എന്ന ടോപ്പിക്കാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മൈക്രോബയോളജി. വളരെ സിമ്പിളുമാണ്, പക്ഷേ നമ്മൾ ഓർത്തിരിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പം ആദ്യം തൊട്ട് തന്നെ നമുക്കത് ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു പോകാം. അപ്പം മൈക്രോബയോളജി, അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഹിസ്റ്ററി, അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. നമുക്കറിയാം മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസത്തിനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസത്തിനെ അപ്പോൾ കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ് വേണം. മൈക്രോ ഓർഗാനിസത്തിൽ മെയിനായിട്ടും വരുന്ന ഓർഗാനിസംസ് ബാക്ടീരിയ, വൈറസ്, ഫംഗി, ആൽഗെ, പ്രോട്ടോസോവൻസ്. ഈ ഓരോ മൈക്രോ ഓർഗാനിസത്തിനും എൻവയോൺമെൻറ്റിൽ അവരുടേതായ റോളുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മൈക്രോ ഓർഗാനിസത്തിൽ വരുന്ന വൈറസിലെ ഒരു വിഭാഗക്കാരനായിട്ടുള്ള കൊറോണ വൈറസ് മൂലമാണ്. അടുത്തത് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി. ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിൽ നമ്മൾ പറയുന്നത് മൈക്രോബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് സയൻസിൽ എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, പിന്നീട് അതിനകത്ത് എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി എന്നതാണ്. നമുക്കറിയാം മൈക്രോബയോളജി മൈക്രോ ഓർഗാനിസത്തിൻ്റെ പഠനമാണ്. മൈക്രോ ഓർഗാനിസത്തിനെ പഠിക്കണമെങ്കിൽ മൈക്രോസ്കോപ്പ് വേണം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയുടെ തുടക്കം എന്ന് പറയുന്നത് ഇൻവെൻഷൻ ഓഫ് മൈക്രോസ്കോപ്പ് തന്നെയായിരിക്കും. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ആളാരാണ്? റോബർട്ട് ഹുക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. പ്ലാന്റ് മെറ്റീരിയലിനെ ഒബ്സർവ് ചെയ്യാനായിട്ടായിരുന്നു അദ്ദേഹം മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത് 1665. അതുകൊണ്ട് തന്നെ അദ്ദേഹം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് വന്ന ആൻറ്റൺ വാൻ ലിവാൻ ഹുക്ക് എന്ന് പറയുന്ന ഒരു ക്ലോത്ത് മെർച്ചൻ്റാണ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്കവർ ചെയ്തത്. അദ്ദേഹം അന്ന് കണ്ട മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ആനിമൽ ക്യൂൾസ് എന്ന് വിളിച്ചു. അതിൻ്റെ അർത്ഥം സ്മോൾ ആനിമൽസ് എന്നായിരുന്നു. അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞത്, അദ്ദേഹം ഒരു ക്ലോത്ത് മെർച്ചൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ തുണി ഇഴകളുടെ ക്വാളിറ്റി നോക്കാനായിട്ട് അദ്ദേഹം ഗുഡ് ഗ്ലാസ് ലെൻസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. നല്ല ഗ്ലാസ് ലെൻസുകളുടെ കോമ്പിനേഷൻ ഉണ്ടാക്കാനുള്ള വിദ്യ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ഗ്ലാസ് ലെൻസ് ഉപയോഗിച്ച് വാട്ടർ സാമ്പിൾസിൽ നിന്നും സലൈവയിൽ നിന്നും ബ്ലഡിൽ നിന്നുമൊക്കെ മൈക്രോ ഓർഗാനിസത്തിനെ മറ്റ് പബ്ലിക്കിന് കാണിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം ഇച്ചിരി ക്രൂക്കഡായിരുന്നു. തൻ്റെ ആ ഗ്ലാസ് ലെൻസ് ഉണ്ടാക്കുന്ന കോമ്പിനേഷനെ പറ്റി അദ്ദേഹം മറ്റ് പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഈ മൈക്രോസ്കോപ്പിൻ്റെ ഇൻവെൻഷനിൽ കാര്യമായ പുരോഗതിയൊന്നും നടന്നില്ല. അപ്പം മൈക്രോസ്കോപ്പിൻ്റെ ഇൻവെൻഷനിൽ നമ്മൾ മെയിനായിട്ട് പറയേണ്ട 2 പേര് റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക് വാസ് എ ബൊട്ടാണിസ്റ്റ് and he observed plant material, but he failed to observe living microorganism. Then Anton van Leeuwenhoek in 1674 he discovered microorganism and named it as small animalcules, and he created good glass lenses for observing microorganisms, and he took water samples, saliva, blood, and observed a lot of microorganisms present in them. അപ്പോൾ ഇതിന് ശേഷം മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഇൻവെൻഷന് ശേഷം കാര്യമായിട്ടൊരു വികാസം 1774 എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെയാണ്. അദ്ദേഹം വാക്സിനേഷൻ കണ്ടുപിടിച്ചു. ആദ്യമായിട്ട് വാക്സിൻ എന്ന് പറയുന്ന ഒരു ടേം തന്നെ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. വാക്സിൻ സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഡിസീസിന് എഗനിസ്റ്റായിട്ട് വസൂരിയാണ്. അത് ആ സമയത്ത് ഒത്തിരിയേറെ ആൾക്കാരെ കൊന്നൊടുക്കിയ ഒരു മാരകമായ രോഗമായിരുന്നു. അപ്പോൾ അതിന് എഗനിസ്റ്റായിട്ട് എഡ്വേർഡ് ജെന്നറാണ് 1774 വാക്സിനേഷൻ കണ്ടുപിടിച്ചത്.
അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വാക്സിനേഷനിലൂടെ ക്രമേണ ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഡിസീസിനെ നമുക്ക് ഈ വേൾഡിൽ നിന്ന് വരെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റി. അപ്പോൾ എഡ്വേർഡ് ജെന്നറിനെ നമ്മൾ ഓർക്കേണ്ടത് എന്തിൻ്റെ പേരിലാണ്? ഹി ഡിസ്കവേർഡ് വാക്സിനേഷൻ അഗൈൻസ്റ്റ് സ്മോൾ പോക്സ്. ഇനി നമ്മൾ നോക്കുന്നത് ലൂയി പാസ്റ്ററിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കെമിസ്റ്റാണ്. അദ്ദേഹം 1854 ലൈഫ് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നേ ഒറിജിനേറ്റ് ചെയ്യൂ എന്ന് പ്രൂവ് ചെയ്തു. ആ സമയത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനും എബയോജെനിസിസിനെയും അദ്ദേഹം സ്വാനക് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ ഡിസ്പ്രൂവ് ചെയ്തു. നിങ്ങൾ +2 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ മൊത്തം ബാക്ടീരിയൽ സ്പോർസ് ഉണ്ടെന്നും ഈ ബാക്ടീരിയൽ സ്പോർസ് ആണ് ഡീകമ്പോസിഷൻ എന്നുള്ള പ്രോസസ്സിന് കാരണമാകുന്നതെന്നും അദ്ദേഹം കണ്ടെത്തി. ബാക്ടീരിയയെ കില്ല് ചെയ്യാനായിട്ട്, കൊന്നുകളയാനായിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഹീറ്റ് കൊണ്ട് ബാക്ടീരിയ കില്ല് ചെയ്യാമെന്നും കണ്ടെത്തിയ അദ്ദേഹമാണ്. പിന്നീട് ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിനെ പാസ്ചറൈസേഷൻ എന്നറിയപ്പെടാൻ തുടങ്ങി. അതുപോലെ വൈനുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയ അല്ലെങ്കിൽ മറ്റു മൈക്രോ ഓർഗാനിസത്തിനുള്ള റോൾ ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ കാർബോഹൈഡ്രേറ്റിനെ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനകത്തിൽ മൈക്രോ ഓർഗാനിസത്തിനാണ് റോൾ ഉള്ളത് എന്ന് കണ്ടെത്തിയതും പാസ്റ്ററാണ്. ലൂയി പാസ്റ്റർ അതുപോലെ റാബീസിന് എഗനിസ്റ്റായിട്ടുള്ള വാക്സിൻ കണ്ടെത്തി. അദ്ദേഹം അതിന് ചെയ്തത് റാബിറ്റ്സിലേക്ക് ഈ റാബീസിൻ്റെ വൈറസിനെ കടത്തിവിടുകയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റാബീസ് ചത്തു കഴിയുമ്പോൾ അതിൻ്റെ ബ്രെയിൻ പൊടിച്ചിട്ട് അത് അന്ന് റാബീസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിൽ അത് ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പം അവർക്ക് ആ റാബീസ് ഇൻഫെക്ഷനിൽ നിന്നും അല്ലെങ്കിൽ റാബീസ് വൈറസിൻ്റെ റാബീസ് വൈറസിനെ കൊന്നു കളഞ്ഞിട്ട് അവർക്ക് പേപ്പട്ടി വിഷബാധയിൽ നിന്നും മുക്തി നേടാനായിട്ട് പറ്റി. അപ്പം അങ്ങനെ റാബീസ് എന്ന് പറയുന്ന നമ്മളിപ്പോഴും ഭയക്കുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വൈറൽ ഡിസീസിന് എഗനിസ്റ്റായിട്ട് വാക്സിൻ കണ്ടെത്തിയ ആൾ ലൂയി പാസ്റ്ററാണ്. പിന്നീട് അദ്ദേഹം 1867 ജെം തിയറി ഓഫ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് പ്രൊപ്പോസ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ അതിനൊരു പ്രൂഫ് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലൂയി പാസ്റ്ററിൻ്റെ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. മൈക്രോബയോളജിയുടെ ഫീൽഡിൽ ഒത്തിരിയേറെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ഒരാളാണ് ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന ഫ്രഞ്ച് കെമിസ്റ്റ്. അടുത്ത സയൻറ്റിസ്റ്റ് റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ചിൻ്റെ പ്രധാന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ കൾച്ചറിനെ നമ്മൾ ആനിമൽസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽസിൽ ആ ബാക്ടീരിയ ഒരു ഡിസീസ് ഉണ്ടാക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. അതുപോലെ തന്നെ ബാക്ടീരിയ ലാബിനകത്തിൽ നമുക്ക് പ്യുവർ കൾച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് കണ്ടെത്തി. അങ്ങനെ നമ്മൾ ബാക്ടീരിയ ലാബിൽ പ്യുവർ കൾച്ചർ ചെയ്യുന്നത് മൂലം നമുക്കതിനെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, ഏത് ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കാമെന്നും അതുപോലെ തന്നെ ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നും അദ്ദേഹം തെളിയിച്ചു. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന 3 രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയകളെ അദ്ദേഹം കണ്ടെത്തി. ആന്ത്രാക്സ് ഉണ്ടാക്കുന്നത് ബാസിലസ് ആന്ത്രാസിസ് ആണെന്നും വിബ്രിയോ കോളറയാണ് കോളറ ഉണ്ടാക്കുന്നതെന്നും ട്യൂബർക്കുലോസിസിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണെന്നും അദ്ദേഹം കണ്ടെത്തി. അടുത്തത് കോച്ച് പോസ്റ്റുലേറ്റ്സ്. കോച്ച് ഇതുവരെ കണ്ടെത്തിയ ഡിസ്കവറിയുടെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച 3-4 സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കോച്ച് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. അതിലൊന്നാമത്തേത് സ്പെസിഫിക് കോസേറ്റീവ് ഏജൻറ്റ് മസ്റ്റ് ബി അസോസിയേറ്റഡ് വിത്ത് എ ഡിസീസ്. അതായത് ഒരു ഡിസീസിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോസേറ്റീവ് ഏജൻറ്റ് ഉണ്ടായിരിക്കും. കോസേറ്റീവ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം, ഏതൊരു രോഗത്തിനും കാരണമായിട്ടൊരു മൈക്രോ ഓർഗാനിസം ഉണ്ടായിരിക്കും. ദ ഡിസീസ് കോസിങ് ഓർഗാനിസം മസ്റ്റ് ബി ഐസൊലേറ്റഡ് ഇൻ പ്യുവർ കൾച്ചർ. അങ്ങനെ ഡിസീസ് കോസ് ചെയ്യുന്ന ആ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് നേരത്തെ നമ്മൾ ലാബിൽ വെച്ച് പ്യുവർ കൾച്ചർ ടെക്നിക്ക് വഴി അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തേത് ഇനോക്കുലേഷൻ ഓഫ് ദ സാമ്പിൾ ഓഫ് കൾച്ചർ ഇൻ എ ഹെൽത്തി സസെപ്റ്റബിൾ ആനിമൽ മസ്റ്റ് പ്രൊഡ്യൂസ് ദ സെയിം ഡിസീസ്. ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് ഐസൊലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ പ്യുവർ കൾച്ചർ എന്ന് വെച്ചാൽ അത് ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ ആ കോസേറ്റീവായിട്ടുള്ള ഡിസീസിന് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസം, അതിനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രോഗമൊന്നും ഇല്ലാത്ത മറ്റൊരു ആനിമലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ
ഇതേ രോഗം തന്നെ ആ ആനിമൽ ഉണ്ടാക്കും, ആ ആനിമലിലും ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞു. നാലാമത് അദ്ദേഹം പറഞ്ഞത് ഡിസീസ് കോസിങ് ഓർഗാനിസം മസ്റ്റ് ബി റിക്കവേർഡ് ഫ്രം ദ ഇനോക്കുലേറ്റഡ് ആനിമൽ. ആ നമ്മുടെ രണ്ടാമത് ഹെൽത്തി ആയിട്ടുള്ള ആനിമലിൽ കുത്തിവെച്ചു, ആ ഹെൽത്തി ആയിട്ടുള്ള ആനിമലിൽ ഡിസീസ് ഉണ്ടായി, ആ ആനിമലിൽ നിന്ന് നമുക്കിതിനെ എന്ത് ചെയ്തെടുക്കാൻ പറ്റും, വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് റിക്കവർ ചെയ്ത് ഈ കോസേറ്റീവ് ഏജൻറ്റിനെ എടുക്കാൻ പറ്റും എന്നാണ് കോച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കോച്ച് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. കോച്ചിൻ്റെ ഡിസ്കവറിയും പോസ്റ്റുലേറ്റ്സും ഒക്കെ പിന്നീട് വന്ന സയൻറ്റിസ്റ്റുകൾക്ക് വളരെയേറെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോള് ഡിസീസിലും അതുപോലെ തന്നെ ഹെൽത്തിലുമുള്ള റോള് മനസ്സിലാക്കാനായിട്ട് അവരെ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിച്ചു. അവർക്കങ്ങനെ കൂടുതലും ഈ ഓർഗാനിസത്തെ പറ്റി പഠിക്കാനും അവരുടെ ഡിസീസ് കോസിങ് എബിലിറ്റി മനസ്സിലാക്കാനും അവരുടെ ഫിസിയോളജിക്കൽ മെക്കാനിസം, മൈക്രോബ്സിൻ്റെ ഫിസിയോളജിക്കൽ മെക്കാനിസംസും ഒക്കെ പഠിക്കാനുമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിച്ചതാണ് കോച്ചിൻ്റെ പോസ്റ്റുലേറ്റ്സ്. നമ്മൾ ലൂയി പാസ്റ്ററിൻ്റെ റോബർട്ട് കോച്ചിൻ്റെ കോൺട്രിബ്യൂഷൻസ് കണ്ടു. മൈക്രോബയോളജി എന്നൊരു ഫീൽഡ് സയൻസിൽ ഇവോൾവ് ചെയ്ത് വരാനായിട്ട് കാരണക്കാരായ രണ്ട് മെയിൻ സയൻറ്റിസ്റ്റുകളാണിവർ. അപ്പോൾ ഇവരുടെ മൈക്രോബയോളജി എന്നുള്ളൊരു ഫീൽഡിലുള്ള കോൺട്രിബ്യൂഷൻസ് കണക്കിലെടുത്ത് ഇവർക്കൊരു ഓണർ എന്ന രീതിയിൽ ഇവരെ ഫൗണ്ടേഴ്സ് ഓഫ് സയൻസ് ഓഫ് മൈക്രോബയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജിയിൽ വന്നേക്കുന്ന ഡെവലപ്മെൻറ്റ്സ് എങ്ങനെ മൈക്രോബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായകരമായി എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ബോഡി ഒരു ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്ന ആ റെസിസ്റ്റീവ് പവറിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഒരു ഡിസീസ് എപ്പോഴും കോസ് ചെയ്യുന്നത് മിക്കവാറും മൈക്രോ ഓർഗാനിസംസ് കൊണ്ടാണ്. അപ്പം മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന ഡിസീസിന് എഗനിസ്റ്റായിട്ട് ബോഡി കാണിക്കുന്ന ആ റെസ്പോണ്ടിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന സബ്ജക്റ്റും മൈക്രോബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റും റിലേറ്റഡ് ആണ്. ഇമ്മ്യൂണോളജിയിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിലാദ്യത്തേത് ആൻറ്റിബോഡീസിൻ്റെ ഡിസ്കവറിയാണ്. എമിൽ വോൺ ബെഹറിംഗ് ആൻഡ് കിറ്റാസാറ്റോ ഈ രണ്ട് സയൻറ്റിസ്റ്റാണ് ആൻറ്റിബോഡീസിനെ ആദ്യമായിട്ട് കണ്ടെത്തി. ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻറ്റിജൻസിന് എഗനിസ്റ്റായിട്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് എമിൽ വോൺ ബെഹറിങ്ങും കിറ്റാസാറ്റോയാണ്. അടുത്തത് എലി മെച്ചിനിക്കോഫ്, ഹി ഡിസ്കവേർഡ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ല് മറ്റൊരു സെല്ലിനെ വിഴുങ്ങുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ്. മാക്രോഫേജസ് ഒക്കെ ഫാഗോസൈറ്റിക് സെല്ലുകളാണ്. അപ്പം ഈ പറയാൻ പോകുന്ന ഇമ്മ്യൂണോളജിയിലെ എല്ലാ ടേംസും നിങ്ങൾക്ക് കാര്യമായിട്ട് തന്നെ ഈ ടെക്സ്റ്റിൽ തന്നെ ദീപ്തി ടീച്ചർ പഠിപ്പിക്കും. അപ്പോൾ അത് കൂടുതലും നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. ഇനി അടുത്തത് ഒപ്സോണൈസേഷൻ ഓഫ് ആൻറ്റിജൻ, അത് കണ്ടെത്തിയത് ആൽമോത്ത് റൈറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. പിന്നെ ബെജർനിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ടുബാക്കോ മൊസൈക്ക് പ്ലാന്റ്സിൽ വൈറസ് ഉണ്ടെന്ന് 1898 കണ്ടെത്തി. പോൾ എർലിച്ച് എന്ന് പറയുന്ന ജർമ്മൻ സയൻറ്റിസ്റ്റാണ് കീമോതെറാപ്പി വഴി ഇൻഫെക്റ്റസ് ഡിസീസിനെ കൺട്രോൾ ചെയ്യാം എന്ന് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ്. വിനോഗ്രാഡ്സ്കി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ബയോജിയോ കെമിക്കൽ സൈക്കിളിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോള് കണ്ടെത്തി. ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുമ്പം നൈട്രജൻ സൈക്കിൾ, ഓക്സിജൻ സൈക്കിൾ, കാർബൺ സൈക്കിൾ, സൾഫർ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ. അപ്പോൾ ഈ സൈക്കിളിലെല്ലാം തന്നെ മൈക്രോ ഓർഗാനിസംസ് ആണ് ന്യൂട്രിയൻ റീസൈക്ലിങ്ങിനെ മൊത്തം സഹായിക്കുന്നത്. അപ്പോൾ അവരുടെ റോൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി. അതുപോലെ നൈട്രജൻ സൈക്കിളിലുള്ള നൈട്രജൻ ഫിക്സിങ് ആൻഡ് നൈട്രിഫൈങ് ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്തതും ഈ സയൻറ്റിസ്റ്റാണ്, വിനോഗ്രാഡ്സ്കിയാണ്. ചാൾസ് ലെവറൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് മലേറിയയ്ക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് പ്രോട്ടോസോവനായിട്ടുള്ള പ്ലാസ്മോഡിയം സ്പീഷീസ് ആണെന്ന് കണ്ടെത്തിയത്. അതുപോലെ റൊണാൾഡ് റോസ് മലേറിയൽ പാരസൈറ്റിൻ്റെ ട്രാൻസ്മിഷന് ഒരു ഇൻസെക്റ്റ് വെക്റ്റർ വേണമെന്നും അത് ഫീമെയിൽ അനഫിലസ് മോസ്കിറ്റോ ആണെന്നും കണ്ടെത്തിയത്. അദ്ദേഹം ഈ കണ്ടെത്തൽ നടത്തുന്ന സമയത്ത് കൊൽക്കത്തയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ ഈ സയൻറ്റിസ്റ്റുകളിൽ ബെഹറിങ്ങിനും കിറ്റാസാറ്റോവിനും മെറ്റിനിക്കോഫിനും റൈറ്റിനും അതുപോലെ കോച്ചിനും എല്ലാം നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളവരാണ്. അവരെ നമ്മൾ നോബൽ ലൗറേറ്റ്സ് എന്നാണ് പറയുന്നത്.
ഇതിൽ ബെഹറിങ്ങിനാണ് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടുന്നത്. The period between the later part of the 19th century and the early part of the 20th century, contributed by several workers in the field of microbiology, is termed as first golden age of classical microbiology. 19th സെഞ്ച്വറിയുടെ ലേറ്റർ പാർട്ടും, അതായത് അവസാന ഭാഗവും, 20th സെഞ്ച്വറിയുടെ ആദ്യ ഭാഗവും, ഈ രണ്ട് സമയത്തുമായിരുന്നു ഏറ്റവും കൂടുതൽ മൈക്രോബയോളജിയിൽ കോൺട്രിബ്യൂഷൻസ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു കാലയളവിനെ, അതായത് 1854 തൊട്ട് 1914 വരെയുള്ള ആ ഒരു പീരീഡിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫസ്റ്റ് ഗോൾഡൻ ഏജ് ഓഫ് ക്ലാസിക്കൽ മൈക്രോബയോളജി എന്നാണ്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു നിർത്തിയത് ഈ ഒരു പീരീഡിൽ വരുന്ന കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. ഇതിൽ പക്ഷേ റോബർട്ട് ഹുക്കിൻ്റെ കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ ആൻറ്റൺ വാൻ ലിവാൻ ഹുക്കിൻ്റെ കോൺട്രിബ്യൂഷനും ഇതിന് മുമ്പാണ്. അതിന് ശേഷം വന്നേക്കുന്ന കോൺട്രിബ്യൂഷൻസാണ് 1854 തൊട്ട് 1914 വരെയുള്ള കോൺട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ ഫസ്റ്റ് ഗോൾഡൻ ഏജ് ഓഫ് ക്ലാസിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. സെക്കൻഡ് ഗോൾഡൻ ഏജ് ഓഫ് മൈക്രോബയോളജി 1943ക്കും 1970ക്കും ഇടയ്ക്കുള്ള വർഷങ്ങൾ. അവിടെ മോളിക്കുലർ ലെവലിൽ ബാക്ടീരിയയെ എക്സ്പെരിമെൻ്റൽ മോഡലാക്കിക്കൊണ്ട് ഒത്തിരിയേറെ ഡിസ്കവറീസ് മൈക്രോബയോളജി ഫീൽഡിൽ നടന്നു. ഈ ഒരു കാലയളവിനെയാണ് നമ്മൾ സെക്കൻഡ് ഗോൾഡൻ ഏജ് ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. സെക്കൻഡ് ഗോൾഡൻ ഏജ് ഓഫ് മൈക്രോബയോളജിയിൽ നമ്മൾ കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരും അവരുടെ മേജർ കോൺട്രിബ്യൂഷൻസും ആണ് പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേത് ലൗറിയ ആൻഡ് ഡെൽബ്രൂക്ക് 1943 അവർ UV റേഡിയേഷൻസും ന്യൂക്ലിയർ റേഡിയേഷൻസും കൊണ്ട് ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് ക്യാരക്ടറിസ്റ്റിക്സിൽ ചേഞ്ച് വരും, അതായത് മ്യൂട്ടേഷൻ സംഭവിക്കും എന്ന് കണ്ടെത്തി. ഇത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. 1945 അലക്സാണ്ടർ ഫ്ലെമിങ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തു. ഇപ്പോഴും പെൻസിലിൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. വാക്സ്മാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പവർഫുള്ളായിട്ടുള്ള മറ്റ് രണ്ട് ആൻറ്റിബയോട്ടിക്സ് ആയിട്ടുള്ള ആക്ടിനോമൈസിനെയും സ്ട്രെപ്റ്റോമൈസിനെയും ഡിസ്കവർ ചെയ്തു. ലെഡർബർഗ് ആൻഡ് ടേറ്റം 1946 ബാക്ടീരിയൽ ജനറ്റിക് റീകോമ്പിനേഷൻ ഡിസ്കവർ ചെയ്തു. ലെഡർബർഗ് ആൻഡ് സിൻഡർ 1952 ബാക്ടീരിയയിലെ തന്നെ ട്രാൻസ്ഡക്ഷൻ, സാൽമണല്ല സ്പീഷീസിലുള്ള ട്രാൻസ്ഡക്ഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ടുബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ മൊളിക്കുലർ സ്ട്രക്ചർ ആദ്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിനെ എലൂസിഡേറ്റ് ചെയ്ത ആളാണ് റൊസാൽഡിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. 1955 ജേക്കബ് ആൻഡ് മൊണാഡ് 1961 ഓപ്രോൺ സിസ്റ്റം ഓഫ് ജീൻ റെഗുലേഷൻ ഇൻ പ്രൊക്യാരിയോട്ട് ഡിസ്കവർ ചെയ്തു. ടെമിൻ ആൻഡ് ബാൾട്ടിമോർ റിവേഴ്സ് ട്രാൻസ്ക്രൈബിംഗ് വൈറസിനെ 1970 ഡിസ്കവർ ചെയ്തു. ഇത്രയും പറഞ്ഞ കാര്യങ്ങളും ലാസ്റ്റ് സെമ്മിൽ ഞാൻ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, കൂടുതൽ ഇതിനകത്തെ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടെല്ലാം പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ ഞാൻ പറഞ്ഞേക്കുന്ന ഒത്തിരിയേറെ വാസ്റ്റായിട്ടുള്ളൊരു സാധനത്തിന് ഒരു കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ആ സ്ലൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് നോട്ട്സ് തന്നേക്കുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ലെങ്കിൽ പോലും ആ നോട്ടിൻ്റെ സഹായത്തോടു കൂടി എല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കഴിവതും ഒരു ബുക്കിൽ ഈ നോട്ട്സുകൾ ഒന്ന് എഴുതാൻ ശ്രമിക്കണം. ഇങ്ങനൊരു പിന്നെ ടീച്ചർ ഒരു കരയിലും കുട്ടി മറ്റൊരു കരയിലുമാണെന്ന് കരുതി ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കരുത്. കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇത്തിരി ഫാസ്റ്റിലാണ് പറഞ്ഞത്. നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്നത് പോലെ അത്ര സ്ലോയിൽ നമുക്ക് പോർഷൻസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം 25 മിനിറ്റാണ് മാക്സിമം പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം നമ്മളൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേനെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് പറ്റത്തില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കിതിന് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് മെനക്കിടും. പിന്നെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് കൂടുതലായിട്ടൊന്നും വലിച്ചു വാരി പറയേണ്ട കാര്യമില്ല. നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ തന്നെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം ഇതിനകത്തിൽ ഏതെങ്കിലും പോയിൻറ്റ്സ് ഞാൻ കുറച്ചുകൂടെ പറയണം അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെലിഗ്രാമിൽ തന്നെ എൻ്റെ സബ്ജക്റ്റിൻ്റെ പേരെഴുതിയിട്ട് ആ ടോപ്പിക്ക് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാമെങ്കിൽ ഞാനത് ഒന്ന് സെപ്പറേറ്റായിട്ട് അത് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജായിട്ട് വല്ലതും ആ ഗ്രൂപ്പിലിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു.